നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുമെന്ന് ഇരുവരും മൊഴി നൽകി. കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ പരിമിതി ഉണ്ടെന്നും കണ്ഠരര് രാജീവർ പ്രതികരിച്ചു. എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചു കൊണ്ടാ ബുദ്ധിമുട്ടാ. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. നമുക്ക് കൊടുക്കാന്നുള്ള ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്ന അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ 2 ദിവസത്തേക്ക് SIT കസ്റ്റഡി വിട്ടു. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. കേസിലെ 4ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. അതുവരെയും അറസ്റ്റ് പാടില്ലെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. VV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ശബരിമല തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്? ടോം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് ഉറപ്പിക്കാം. കാരണം ഓരോ ഘട്ടമായി ഓരോ സാക്ഷികൾ പിന്നീട് പ്രതികളായി മാറിയ ഓരോരുത്തരെയായി ചോദ്യം ചെയ്താണ് അടുത്ത ആളുകളിലേക്ക് അന്വേഷണ സംഘം പോയത്. ഉദ്യോഗസ്ഥരുടെ ഒരു നിര ആദ്യം വന്നു, പിന്നീട് അത് ഭരണതലത്തിലേക്ക് നീങ്ങി. ആദ്യം ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവും പിന്നീട് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന A. പത്മകുമാറും ജയിലിലായി. അതിനുശേഷമാണ് അടുത്ത തലത്തിലേക്ക് ഇത് കടക്കുന്നത്. നേരത്തെ തന്നെ അടുത്തത് തന്ത്രിയാണോ അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം നൽകിയ മന്ത്രിമാരാണോ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു. പ്രതിപക്ഷം BJP ഒക്കെ ആ സമയത്തെ മന്ത്രിയെയും പിന്നീട് ഇപ്പോഴത്തെ മന്ത്രിയെയൊക്കെ അറസ്റ്റ് ചെയ്യണം, അവരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ തന്നെ ഈ തന്ത്രിമാരിലേക്കും അന്വേഷണം നീങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം കടന്നിരിക്കുന്നത്. ശബരിമല തന്ത്രി കുടുംബത്തിലെ 2 പേരെ, കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും ഇന്നലെ ക്രൈംബ്രാഞ്ചിൻ്റെ ഇൻജക്ടർ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. 2 പേരിലും വിശദമായി 2 പേരുടെയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘം. ഇനി ഇവരിൽ ലഭിച്ച മൊഴിയും നേരത്തെ ഉദ്യോഗസ്ഥർ, അതിനുശേഷം പത്മകുമാറും വാസുവും ഒക്കെ നൽകിയ മൊഴിയും ഒത്തുനോക്കും അന്വേഷണ സംഘം. ഇതിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പത്മകുമാർ അറസ്റ്റിലാകുന്നതിന് മുമ്പ് നൽകിയ ഒരു പ്രതികരണം, മാധ്യമങ്ങൾക്ക് ഒരു പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. ദൈവതുല്യർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തി. ആ ദൈവതുല്യർ ആര് എന്ന ചോദ്യമാണ് അപ്പോൾ തന്നെ ഉയർന്നു വന്നത്. ദൈവതുല്യർ എന്ന് പറയുമ്പോൾ ദൈവസങ്കല്പവുമായി അയ്യപ്പനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എന്നെപ്പോഴും അവകാശപ്പെടുന്ന തന്ത്രി കുടുംബാംഗങ്ങളാണ്. സ്വാഭാവികമായും അവരെ ഉന്നമിട്ടാണോ പത്മകുമാറിൻ്റെ അന്നത്തെ പ്രതികരണം എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. പ്രതികരണം കൊണ്ട് മാത്രം കാര്യമില്ല. പത്മകുമാർ അറസ്റ്റിലായ ദിവസം മണിക്കൂറുകളോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ഇന്ന് വൈകുന്നേരം മുതൽ അല്പസമയത്ത് അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ക്യാമ്പിലേക്ക് എത്തിച്ചേക്കും. അത് മുതൽ നാളെ വൈകുന്നേരം വരെ പത്മകുമാർ SITയുടെ കസ്റ്റഡിയിലുണ്ടാകും. ആ സമയമൊക്കെ നടത്തുന്ന ചോദ്യം ചെയ്യലിൽ പത്മകുമാർ നൽകുന്ന മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. തന്ത്രി കുടുംബാംഗങ്ങൾക്ക്, തന്ത്രിമാർക്ക് ഇതിൽ എന്തെങ്കിലും സ്വാഭാവികമായും തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ A. പത്മകുമാറിന്റെ മൊഴി ഏറെ നിർണായകമായിരിക്കും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പല ഉന്നതരുമായി ബന്ധമുണ്ടോ, ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. പ്രത്യേകിച്ച് മുൻ മന്ത്രിക്കെതിരെ കടമ്പള്ളി സുരേന്ദ്രനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നപ്പോൾ സ്വാഭാവികമായും A. പത്മകുമാർ ഇനി എന്തു പറയും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായിരിക്കും A. പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘത്തിന് പ്രധാനമായും ചോദിച്ചറിയേണ്ട വിവരങ്ങൾ?
പത്മകുമാർ തൻ്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു അവസാന ഘട്ടം വരെയും ചെയ്തത്. പക്ഷേ ഇനി SIT കസ്റ്റഡി വരുമ്പോൾ സ്വാഭാവികമായും ഏത് സാഹചര്യത്തിലാണ് ഈ അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തത്, ഈ സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള തീരുമാനം, എങ്ങനെ പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്ര പ്രധാനപ്പെട്ട ഒരു ചുമതല ഏൽപ്പിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്ന മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, റിയൽ എസ്റ്റേറ്റ് രംഗത്തടക്കമുള്ളയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, വളരെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുണ്ട് എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് പരിചയത്തിനപ്പുറത്തേക്ക് ബിസിനസ് ബന്ധങ്ങളുണ്ടോ, അത് ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ടു പോകാനും അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ പുറത്തു കൊണ്ടുപോകാനും ഒക്കെ അനുമതി നൽകിയോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പുകാരനായിരുന്നുവെന്ന് നേരത്തെ ബോധ്യമുണ്ടായിട്ടും അതിന് കൂട്ടുനിന്നോ ചോദ്യം. അവിടെയാണ് പത്മകുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വലിയ സ്വർണം പൂശിയ ഈ പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നത് എന്തിനാണ്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണ സംഘത്തിന് ഇപ്പോഴത്തെ നിഗമനം. അതിൽ മറ്റ് ആർക്കൊക്കെ ഇടപാടുകളുണ്ട്? സ്വാഭാവികം പ്രതിപക്ഷം ആരോട് ഉന്നയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന് ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ, അദ്ദേഹം ഏതെങ്കിലും ക്രമവിരുദ്ധമായ എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടോ, തന്ത്രി കുടുംബാംഗങ്ങൾക്ക് ഇതിൽ ക്രമവിരുദ്ധമായ അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് അവർ കൂട്ടുനിന്നിട്ടുണ്ടോ, ദൈവഹിതമനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു എന്നാണ് നേരത്തെ കണ്ടത് രാജീവ് പറയുന്നത്. ദൈവഹിതത്തിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പുകാരുടെ ഹിതത്തിന് കൂടി തന്ത്രിമാർ കൂട്ടുനിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിന് മറ്റാരെങ്കിലും കൂട്ടുനിന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ മൊഴി പത്മകുമാർ നൽകേണ്ടി വരും. ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ച എന്നാണ് പത്മകുമാർ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് പറഞ്ഞു നിൽക്കാൻ കഴിയാത്തത്ര വീഴ്ചകൾ പത്മകുമാറിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യവും സ്വാഭാവികമായും അന്വേഷണ സംഘം പത്മകുമാറിനോട് ചോദിക്കും. കൃത്യമായി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്തു പോകുന്നൊരു അന്വേഷണ രീതിയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ളത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ പത്മകുമാറോടുകൂടി കണ്ണുകൾ അവസാനിക്കുമ്പോൾ അതിനു മുകളിലേക്ക് അത് ഭരണ നേതൃത്വത്തിലേക്കാണ് ആണോ അല്ലെങ്കിൽ ഈ തന്ത്രി കുടുംബത്തിലേക്ക് ഒക്കെ അന്വേഷണം പോകുമോ എന്ന കാര്യത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും അത്തരമൊരു ആശങ്ക CPM-നുണ്ടോ, സർക്കാരിനുണ്ടോ അരുൺ? കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ നൽകിയത് പത്മകുമാറിൻ്റെ അറിവോടെയാണ്. അതിൽ പത്മകുമാറിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ്. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലതാണ്. പക്ഷേ പത്മകുമാർ നൽകിയ മൊഴിയിൽ അത് സർക്കാരിന് നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷയിൽ പ്രകാരമാണ് ഈ രീതിയിൽ സ്വർണ്ണപ്പാളികൾ നൽകിയതെന്നായിരുന്നു പത്മകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് സർക്കാരിന് അപേക്ഷ നൽകിയത്? അതിനുശേഷമുള്ള ഇടപെടൽ എങ്ങനെയാണ്? മറ്റാരുടെങ്കിലും ഇടപെടൽ, മന്ത്രിയുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരണം. സ്വാഭാവികമായി ഈ 2 ദിവസത്തെ മൊഴിയെടുക്കുക, ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായകമാണ്? വളരെ നിർണായകമാണ്. പത്മകുമാർ സ്വാഭാവികമായി അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ മറുപടി പറയേണ്ടത് സർക്കാർ കൂടിയാണ്. പക്ഷേ നേരത്തെ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളത് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഒരു അവകാശവും മന്ത്രിക്കോ തൻ്റെ വകുപ്പിനോ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനമെടുക്കാമെന്നതിന് അപ്പുറത്തേക്ക് ഒരു മറുപടി നൽകേണ്ട കാര്യവും ദേവസ്വം മന്ത്രിക്കില്ല. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് കൈമാറണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു പശ്ചാത്തലമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രനാണോ ഈ ഇവരുമായി ബന്ധിപ്പിച്ചത് എങ്കിൽ സ്വാഭാവികമായും കടകംപള്ളിക്ക് അവിടെ കുരുക്കാകും. CP ഇപ്പോൾ കാണുന്നത് ഈ പത്മകുമാറിന് അപ്പുറത്തേക്ക് ഭരണ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അതിനുള്ള സാഹചര്യമില്ല. ദേവസ്വം ബോർഡ് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ദൈനംദിന കാര്യങ്ങളിൽ സർക്കാരിനോ വകുപ്പിനോ വകുപ്പ് മന്ത്രിക്കോ ഒന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ CPM കരുതുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ പോലും പൂർണ്ണമായും തള്ളിപ്പറയുമെന്ന് നേരത്തെ CPM നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്കോ ദേവസ്വം മന്ത്രി എന്ന നിലയിലേക്കുള്ള ഉത്തരവാദിത്വത്തിലേക്കോ ഒന്നും അന്വേഷണം എത്തില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പത്മകുമാറിൻ്റെ മൊഴി വളരെ നിർണായകമാണ്. പത്മകുമാർ പറയുന്നത് തന്നെയാകും അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുക, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് പോക്കിലെ ലീഡായി മാറുക. ആ ലീഡ് അനുസരിച്ചാകും അടുത്ത തലത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോവുക. അത് വളരെ പ്രധാനപ്പെട്ടത് പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലാണ്. ഓരോ ആളിൽ നിന്ന് അടുത്ത ആളിലേക്ക് എത്തുമ്പോൾ പത്മകുമാറിലാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് പോകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അത്തരം ആശങ്കകൾ പൊതുവിൽ CPM നേതൃത്വത്തിലെങ്കിൽ പോലും സ്വാഭാവികം പത്മകുമാറിൻ്റെ മൊഴി വളരെ അരുൺ, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം പോറ്റിയിൽ നിന്നും പൂർണ്ണമായും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? അതോ ഈ പത്മകുമാറിനെ ഈ 2 ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ?
ഉണ്ടാകുമെന്ന് വേണം അറിയാൻ. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു കാര്യം ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. കാരണം 2 ദിവസം മാത്രമാണ്, നാളെ വൈകുന്നേരം വരെ മാത്രമാണ് പത്മകുമാർ SITയുടെ കസ്റ്റഡി ഉണ്ടാകുക. പിന്നീട് വേണമെങ്കിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്ത ശേഷം ആ മൊഴികൾ പൊരുത്തപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരിക്കൽ കൂടി വേണമെങ്കിൽ പത്മകുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാം. ഏതായാലും പഴുതടച്ചുള്ള അന്വേഷണം വേണമെന്ന കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. സർക്കാരും ആ ഒരു താല്പര്യമാണ് പലപ്പോഴും പുറത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഒരു വിധത്തിലും വീഴ്ച ഉണ്ടാകാൻ പാടില്ല. കോടതിയിൽ കേസ് പോകുമ്പോൾ സ്വാഭാവികം പ്രതികൾ പരസ്പരം പഴിചാരിയാണ് ഇത്തരം പല കേസുകളിലും രക്ഷപ്പെടാറുള്ളത്. കേസ് തന്നെ ഇല്ലാതായി പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കരുതാൻ. ആ രീതിയിൽ തന്നെ പത്മകുമാറിന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പത്മകുമാർ നൽകാൻ പോകുന്ന അരുൺ, ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യം ഈ പത്മകുമാറിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്യലിനായി എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. അരുൺ, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്? ഈ ചോദ്യാവലി കൃത്യമായും തയ്യാറാക്കിയിട്ടുണ്ടോ? എന്തൊക്കെ കാര്യം? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ പത്മകുമാർ ഇതിൽ ഏറ്റവും വലിയ ഇതുവരെ അറസ്റ്റിലായവരിൽ ഏറ്റവും വലിയ കണ്ണി എന്ന് പറയുന്ന പത്മകുമാറാണ്. അത്രയധികം ഭരണത്തിന് സ്വാധീനമുണ്ടായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റാണ്. CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. തെക്കൻ കേരളത്തിലെങ്കിലും പ്രധാനപ്പെട്ട നേതാവാണ്. അത്തരം ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നേരത്തെ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1 മാസത്തോളം ആകുന്നു അന്വേഷണം ആരംഭിച്ചിട്ട്. വളരെ കൃത്യമായ തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ മൊഴികൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ അറസ്റ്റിലാകാത്ത പ്രതികളിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. സംശയം തോന്നി ചോദ്യം ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഇനിയും പ്രതി ചേർക്കപ്പെടാൻ നിരവധി ആളുകൾ ബാക്കിയുണ്ട് എന്ന് വേണം കരുതാൻ. അത്തരം ആളുകളിൽ നിന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും പത്മകുമാറിനെ ചോദ്യം ചെയ്യുക. അതിനുവേണ്ടിയാണ് പത്മകുമാറിനെ കസ്റ്റഡി വാങ്ങിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തെ ഈഞ്ചക്കലിലെ ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു. നാളെ വൈകുന്നേരം വരെ പത്മകുമാർ SITയുടെ കസ്റ്റഡി ഉണ്ടാകും. അവിടെ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പോലെയല്ല. ഒരു മൊഴി ഒരു ചോദ്യം വരുമ്പോൾ അത് വളരെ വേഗത്തിൽ നിഷേധിച്ചു പോകാനൊന്നും പത്മകുമാറിന് കഴിയണമെന്നില്ല. കാരണം ഈ ചോദ്യം ചെയ്യൽ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും, നേരത്തെയുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാകും. അങ്ങനെ അവിടെ വൈരുദ്ധ്യമുണ്ടായാൽ അവിടെ വീണ്ടും കുരുക്ക് മുറുകും പത്മകുമാറിന്. അത് പത്മകുമാറും സ്വാഭാവികം അറിയാവുന്ന കാര്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വസ്തുതകൾ മാത്രം പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. അങ്ങനെ ഓരോ ചോദ്യത്തിനും അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഈ കേസുമായി പത്മകുമാറിനെ ബന്ധിപ്പിക്കാനുള്ള എല്ലാ ആരോപണങ്ങൾക്കും തെളിവുകൾ തരിക തന്നെയാണ് ചോദ്യം ചെയ്യൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ തന്നെയാകും അന്വേഷണം മുന്നോട്ട് പോവുക. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസിലെ പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. 2 ദിവസം, അതായത് നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. വിശദമായി ചോദ്യം ചെയ്യണം. പല കാര്യങ്ങളും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, ഉന്നതർക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിയുക. കാസർഗോഡ് റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷീറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. എന്നെ ഇവിടുന്ന് മാറ്റണോ, പെട്ടെന്ന് ഇറക്കണം ഫസ്റ്റ് പറഞ്ഞു. ജാമ്യം തള്ളി എന്ന് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ. ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ്. പല മരുന്നും കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ ഭ്രാന്തനാക്കിയതാണ്. അവർ മർദ്ദിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞൊക്കെ. ഞങ്ങൾക്ക് സംശയമുണ്ട്, പരമായ സംശയമുണ്ട്. ഇന്നലെ അവൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ചു, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോടും അനിയനോട് പറഞ്ഞ് പിന്നെ എന്നെ കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ്. ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നതെന്ന് നെല്ലിക്കുന്ന് MLA പറഞ്ഞു. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിന്റെ ദുരൂഹത അകറ്റണമെന്നും MLA ആവശ്യപ്പെട്ടു. അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ. ഇപ്പോൾ ഇന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാരത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വിദഗ്ധ സംഘം 4-5 ഡോക്ടർമാരുടെ സംഘം, ഒരു ടീം
പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് കാത്തിരിക്കണം. ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. 3 ആഴ്ച മുൻപാണ് മുബഷീർ പോക്സോ കേസിൽ അറസ്റ്റിലായത്. മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KB ബൈജു ചേരുന്നു. ബൈജു, വീണ്ടും ഒരു കസ്റ്റഡി മരണം ആരോപണം ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരള പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ നിരവധി കസ്റ്റഡി മർദ്ദന കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ്, അതായത് പോലീസ് ഒന്നടങ്കം പ്രതിക്കൂട്ടിലാകുന്നൊരു സംഭവം കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മുബഷീറിൻ്റെ കുടുംബം എന്താണ് പറയുന്നത്? ടോമെ, തീർച്ചയായും ഇതിൽ കസ്റ്റഡി ഇത്തരത്തിലുള്ള ഒരു മരണമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിച്ച് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ വലിയ തോതിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നത്. ഈ കുടുംബം പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ 2 ദിവസം മുൻപ് ഈ മുബഷീറിനെ ഇവർ ജയിലിൽ പോയി കണ്ടിരുന്നു. ആ സമയത്ത് തനിക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഇയാൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ അത് സമയത്ത് തന്നെ ജയിലിൽ നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു എന്നാണ് ഈ സഹോദരൻ ഉൾപ്പെടെ നമ്മളോട് ബൈറ്റിലായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതായിരിക്കുമോ, ഇനി രാവിലെ അങ്ങനെ ആയിരിക്കുമോ ഈ ആശുപത്രിയിൽ എത്തിച്ചതെന്നൊക്കെ സംശയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും രാവിലെയാണ് ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. അതിനുശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. പിന്നീട് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. മാത്രമല്ല ഈ മർദ്ദനം ഏറ്റിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വ്യക്തമാകുമെന്ന് തന്നെയാണ് MLA പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിൽ ഒരു വിദഗ്ധ പോസ്റ്റ്മോർട്ടം വേണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചത്. ഏതായാലും 2016 വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ബ്ലേഡ് കൊണ്ട് മുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് മുബഷീർ ഈ കേസിൽ പ്രതിയാകുന്നതും പിന്നീട് ഇയാൾ വിദേശത്തേക്ക് പോകുന്നതും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തിയതാണ്. ഇങ്ങനെ നാട്ടിലെത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടുന്നതും ഇയാളെ ജയിലിലേക്ക് റിമാൻഡ് ആവുന്നതും. ഏതായാലും ഇയാൾ ഈ ജയിലിൽ നിന്നും വലിയ തോതിൽ സഹോദരനോടും ഉമ്മയോടുമൊക്കെ ഇത്തരത്തിൽ തനിക്ക് വലിയ പ്രയാസം ഇവിടെ നേരിടുന്നുണ്ട്, തന്നെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുമെന്ന് പറഞ്ഞുവെന്നാണ് ഇവർ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ദുരൂഹത ഉയർന്നിരിക്കുന്നത്. ഒരു പക്ഷേ സഹതടവുകാരിൽ നിന്നും ഇയാൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ടോ, അതല്ല പോലീസുകാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ, അത്തരം സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനെല്ലാം ഉത്തരം ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടായത്. ഇതെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് വൈകിട്ടോ അതല്ലെങ്കിൽ നാളെയോ ഇതിന്റെ ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും. അതിൽ കൃത്യത നമുക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പ്രാഥമികമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ പുറത്തു വരും. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്, വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ASP അതായത് ASP ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർമാർ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഉന്നത പോലീസ് കേന്ദ്രങ്ങൾ ഇത് എടുത്തിട്ടുള്ളത്. എന്നെ നെല്ലിക്കുന്ന MLA പോലുള്ള ജനപ്രതിനിധികളും ഇതിൽ ഇടപെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ മോർച്ചറിയുടെ മുൻപിൽ രാവിലെ കാണാൻ സാധിച്ചത്. ഈ പോലീസിനെതിരെ ഇത്തരത്തിൽ തന്റെ മകനെ കൊലപ്പെടുത്തി എന്ന തരത്തിൽ അല്ലെങ്കിൽ തന്റെ സഹോദരനെ കൊലപ്പെടുത്തി എന്ന തരത്തിലൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളായി ഒരുപാട് അവിടെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും 2016 ഒരു കേസിൽ ഈ വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ പോലീസ് പിടികൂടുന്നു, പിന്നീട് റിമാൻഡ് ആകുന്നു. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഭവം നടന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും പിന്നീട് മരണം സംഭവിക്കുന്നതും. അതായത് ബൈജു സൂചിപ്പിച്ചതുപോലെ റിമാൻഡ് പ്രതിയാണ്, ജയിലിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. മറ്റ് സഹതടവുകാർ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, അതോ ഈ കുടുംബം ആരോപിക്കുന്നതനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ മർദ്ദനമോ മറ്റോ കാരണമാകാം മരണം സംഭവിച്ചതെന്ന് കുടുംബം പറയുന്നുണ്ട്? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മുബഷീറിനെ അലട്ടിയിരുന്നു? പോലീസ് ഈ കാര്യത്തിൽ ടോമെ പറയുന്നത് ഇയാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നാണ്. അത് ആ സഹോദരനും വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷെ പോലീസിന്റെ ഭാഗത്തും അത്തരത്തിൽ ഇയാൾക്ക് പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഹൃദയാഘാതമായിരുന്നു രാവിലെ ഈ മരണകാരണമെന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഇയാൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമുക്കറിയാം ജയിലുകളിലൊക്കെ
ഈ പോക്സോ കേസിലൊക്കെ ജയിലുകളിലെത്തിയാൽ സാധാരണ ഈ തരത്തിൽ മർദ്ദിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്കെതിരെ മർദ്ദനം ജയിലിൽ നിന്നുണ്ടായിട്ടുണ്ടോ, അതല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം വളരെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ദുരൂഹത അകറ്റേണ്ട ആവശ്യം എന്തായാലും ഇതിലുണ്ട്. കുടുംബം ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം 2 ദിവസം മുമ്പ് ഇയാളെ കാണുകയും ഇയാൾ വല്ലാത്തൊരു മാനസിക വിഷമത്തിലായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം, തനിക്ക് ഇവിടെ നിന്നും മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു. പക്ഷെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും കുടുംബം പോയപ്പോൾ ഇയാൾ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഹതടവുകാരിൽ നിന്നുള്ള മർദ്ദനം ഇയാൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. പോക്സോ കേസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഇത്തരത്തിലുള്ളൊരു കേസ് വന്നതാണ്. അങ്ങനെ ഇയാൾ പിന്നീട് ആ കേസിൽ നിന്ന് ഒഴിവാക്കി എന്ന് കരുതി ഇയാൾ വിദേശത്ത് പോവുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഒരു വാഹനാപകടത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇയാളുടെ ആധാർ കാർഡ് പരിശോധിക്കുമ്പോഴാണ് ഇയാൾ ഒരു കേസിൽ വാറണ്ട് പ്രതിയാണെന്ന് അറിയുന്നതും പോലീസ് ഇയാൾ പിടികൂടുന്നതും പിന്നെ റിമാൻഡിലാവുന്നതും. ഏതായാലും ഇന്ന് രാവിലെയാണ് ഇയാൾക്ക് ഈ ജയിലിനകത്ത് നിന്നും ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. പിന്നീട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ബന്ധുക്കളെല്ലാം തന്നെ, ഇവരുടെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു. ഈ പോലീസിനെതിരെ പോലും ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു മോർച്ചറിക്ക് മുമ്പിൽ ഉണ്ടായത്. ഏതായാലും MLA ഇടപെട്ട് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കാം ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങൾ, കസ്റ്റഡി മരണങ്ങൾ. ഇപ്പോഴും സ്ഥലത്തൊരു പ്രതിഷേധമുണ്ടോ? കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രതിഷേധവുമായി അവർ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ടോമേ, പ്രതിഷേധം നേരത്തെ അവസാനിപ്പിച്ചിരിക്കുന്നു. അതായത് പോലീസ് ഇതിലൊരു ഉറപ്പ് നൽകി എന്നെ നെല്ലിക്കുന്ന MLAക്ക് കൃത്യമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുമെന്ന ഒരു ഉറപ്പ് പോലീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ASP, കാസർഗോഡ് ASP തന്നെ നേരിട്ട് അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉറപ്പിന്മേലാണ് പിന്നീട് ഈ പ്രതിഷേധം അല്പം ഒന്ന് ശമിച്ചത്. അത് എന്നെ നെല്ലിക്കുന്ന നേരിട്ട് ഇടപെട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമായത്. നേരത്തെ എന്നെ നെല്ലിക്കുന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, വിദഗ്ധമായ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി ഇതിൽ അത്തരത്തിൽ മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി അത് പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ തീരുമാനിച്ചതും അവിടെ വിദഗ്ധ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചതും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് ഒരു ശമനമുണ്ടായത്. ഏതായാലും ഈ കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു മർദ്ദനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ ഉറച്ചു പറയുന്നത്. അങ്ങനെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്. ടൗൺ പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ നമുക്ക് ഇതിൽ പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ഈ തടവുകാരിൽ നിന്നും മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ, അത്തരത്തിൽ കാര്യങ്ങളൊക്കെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ നിർണായകമാണ്. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾ ഇതിൽ തുടർ നടപടികൾ സംബന്ധിച്ച തീരുമാനത്തിലേക്ക് കടക്കുക. ടോം. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. ചെങ്കോട്ട സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അൽഫന സർവകലാശാല ജീവനക്കാരനാണ് പിടിയിലായത്. സൊയാബ് ഓഫ് ധ്വജ് എന്നയാളാണ് NIA കസ്റ്റഡിയിലുള്ളത്. ഇതോടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. അതേസമയം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ രാജ്യത്ത് സുലഭമെന്നാണ് NSUയുടെ റിപ്പോർട്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന ഗ്രാമങ്ങളിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നും 2023 അപേക്ഷിച്ച് IED സ്ഫോടനങ്ങളിൽ 60% വർധനവുണ്ടായെന്നും അമിത്ഷായ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഈ ചെങ്കോട്ട സ്ഫോടന കേസിൽ ഇന്ന് പിടിയിലായ ഈ അൽഫന സർവകലാശാല ജീവനക്കാരന് ഉള്ള പങ്ക് എന്താണ് NIAയുടെ കണ്ടെത്തൽ? ടോം, സോയാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബിയുമായി ബന്ധപ്പെട്ട് അയാളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന യുവാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റാഫായി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം. ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഉമർ നബിയെ വിവിധ പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു. അയാൾക്ക് സഞ്ചരിക്കാനുള്ള സഹായം
സഹായങ്ങൾ ചെയ്തു കൊടുത്തു. മാത്രമല്ല ഈ സ്ഫോടന വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനും ഇയാൾ പറയുന്നിടത്തൊക്കെ കൊണ്ടുപോകാനുമൊക്കെ ഈ സൊയാബ് എന്ന് പറയുന്ന യുവാവ് സഹായിച്ചു എന്നുള്ളതാണ് ഇയാൾക്ക് മേൽ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ഇതിന് നേരത്തെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മറ്റ് ആൾക്കാരുമായി ബന്ധമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് മുസമ്മിൽ ഷക്കീലും ഷഹീൻ സയ്യിദും അടക്കമുള്ള ആളുകൾ, അതുപോലെ അലി ഉമ്മദ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഇവരുമായൊക്കെ ഈ യുവാവിനും ബന്ധമുണ്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നിലവിൽ അൽഫല കോളേജുമായി ബന്ധപ്പെട്ട് 7 പേർ, 6ഓളം പേരും അറസ്റ്റിലായിട്ടുള്ള 6-7 പേരിൽ മിക്കവരും അൽഫല കോളേജുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. അപ്പോൾ മാത്രമല്ല ആ കോളേജിൻ്റെ ചെയർമാൻ അടക്കം ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു സ്റ്റാഫ് കൂടി ഇപ്പോൾ പിടിയിൽ NIAയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, യുവാക്കളായിട്ടുള്ള ആളുകളെല്ലാം ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് നേരിട്ട് കടക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഫോടനങ്ങൾ പദ്ധതിയിടുന്നവർക്ക് സഹായിയായിട്ട് എത്തുകയോ ചെയ്യുന്ന ആശങ്ക പരത്തുന്ന കാര്യമാണ്. മാത്രമല്ല അൽഫല കോളേജിൽ നിരവധി കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ആ കോളേജിൽ ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കടക്കം വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ആ കോളേജ് മാറ്റാനെന്ന് വെച്ചാൽ ഒരു വർഷം, ആ കുട്ടികളുടെ ഒരു വർഷം ഭാവിയിൽ നിന്ന് നഷ്ടമാകും. അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം കുറയും. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വിടണം, പക്ഷേ അൽഫല കോളേജിൽ പഠനം തുടരാനും വയ്യ തുടങ്ങിയിട്ടുള്ള ആശങ്കകളുണ്ട്. കാരണം തൻ്റെ മക്കൾ ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിൽ ഭീകരവാദികളുണ്ടോ, ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത്തരം ആശങ്ക സ്വാഭാവികമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയുടെ ചെയർമാൻ അടക്കം അറസ്റ്റിലാകുന്ന, ഈ തീവ്രവാദ കേസിൽ അറസ്റ്റിലാകുന്ന ഒരു പശ്ചാത്തലം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അൽഫല സർവകലാശാലയുടെ ഏറ്റവും ഉന്നതരടക്കം 7 പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. കൂടുതൽ പേർ നിരീക്ഷണത്തിലുണ്ടോ? കൂടുതൽ അറസ്റ്റ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമോ? ടോം, തീർച്ചയായിട്ടും ഇത് 7 പേരാണ് കസ്റ്റഡിയിലുള്ളതെങ്കിലും നിരവധി ആളുകൾ, അതായത് ജമ്മുവിലെ അനന്തനാഗിലെ ഡോക്ടർമാരും അവിടുത്തെ വിദ്യാർത്ഥികളും, അതുപോലെ ഈ അൽഫല കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, അവിടുത്തെ വിദ്യാർത്ഥികൾ, ഈ ഡോക്ടർമാരുടെ അക്കൗണ്ടുകൾ, അതായത് ഈ ചെയർമാൻ അടങ്ങുന്ന ബോർഡ് ട്രസ്റ്റുകളാണ് ഇവർക്ക് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഈ സാലറി കൊടുക്കുന്ന പണത്തിൻ്റെ സ്രോതസ്സ്, അതുപോലെ ഈ സാലറി വാങ്ങുന്ന ഡോക്ടർമാരുടെ അക്കൗണ്ടുകൾ, അവരുടെ അക്കൗണ്ടുകളിൽ ഏതൊക്കെ തരത്തിലാണ് പണം വരുന്നത്, അതുപോലെ ഇവർ ഫോൺ ചെയ്ത ആളുകൾ, ഇവർ ഫോണിൽ സംസാരിക്കുന്ന ആളുകൾ. മാത്രമല്ല ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉമർ നബി ഒരു സൂയിസൈഡ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ഭീകരപ്രവർത്തനത്തിൽ എത്തുന്ന ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടിരുന്നു. അതിന് ആ വീഡിയോ ആരാണ് കണ്ടത്, അത് ആരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ NIAയുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഇപ്പോൾ NIAയുടെ നിരീക്ഷണത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഇതിനു മുമ്പ് ഈ അൽഫല കോളേജിലെ ഡോക്ടർമാരും ചില സ്റ്റാഫുകളും അടക്കം 10ഓളം പേരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും പിന്നീട് വന്നിട്ടില്ലെങ്കിൽ പോലും അവരെ കണ്ടെത്തിയോ, അവരാരൊക്കെയാണെന്നുള്ള അപ്ഡേറ്റുകൾ വിവരം പുറത്തു വരാത്ത സാഹചര്യം എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു അനുമാനത്തിലാണ് ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരം വാർത്തകൾ പിന്നീട് പുറത്തു വരാത്തതെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ജമ്മുവിലും, അതുപോലെ ജമ്മു, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ മിക്ക നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല കർണാടകയിലും ചില ലിങ്കുകൾ. പക്ഷേ അതോടൊപ്പം അഭിലാഷ്, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പുറത്തു വന്നത്, സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ രാജ്യത്ത് സുലഭമെന്ന NSCയുടെ റിപ്പോർട്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന ഗ്രാമങ്ങളിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണ നമുക്കറിയാം, നഗരങ്ങളിലാണ് ഈ രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലും കൂടുതൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടതായി വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ NSCയുടെ റിപ്പോർട്ടിൽ ഓരോ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടതായി സൂചനകൾ വരുന്നു. ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് ഇത്. എവിടെയൊക്കെയാണ് ഇവർ പദ്ധതിയിട്ടത്, സ്ഫോടനത്തിന് പദ്ധതിയിട്ടതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
ടോം, ഇത് NSG ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരം ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് രാജ്യത്ത് പലയിടങ്ങളിലും ഈ IED ഉണ്ടാക്കാനായിട്ട് വളത്തിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുത്തവരെ ഇവർക്ക് IED പോലുള്ള എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഈ ആളുകൾക്ക് ഭീകരർക്ക് വാങ്ങാനായിട്ടുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും NSG ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ, ഇലക്ട്രിക് വയറുകൾ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ, മെഷീൻ അടക്കമുള്ള ചില സാധനങ്ങൾ നമുക്ക് സാധാരണ പോലെ ഒരു വാച്ച് കടയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ സാധനങ്ങൾ വാങ്ങുന്ന വളക്കടയിൽ നിന്ന് വരെ ഇവർക്ക് ആളുകൾക്ക് ഇത് വാങ്ങാനും അത് പിന്നീട് എക്സ്ട്രാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ഒരുമിച്ച് ചേർത്ത് അതൊരു സ്ഫോടക വസ്തുവാക്കാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല ഇതെങ്ങനെയാണ് ഇത്തരം സാധനങ്ങളിൽ നിന്ന് ബോംബുണ്ടാക്കാൻ കഴിയുന്നത് എന്നടക്കമുള്ള വീഡിയോ പാകിസ്ഥാനിൽ നിന്നടക്കം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അത് നേരത്തെ മുസമ്മിൽ ഷക്കീറിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് NIA സംഘം കണ്ടെടുത്തതാണ്. അതുമായി ചേർത്ത് വയ്ക്കാവുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ NSG ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഏതു മേഖലയിൽ നിന്നും, അതായത് സാധാരണ ചില പ്രത്യേക മേഖലകളാണ് അതീവ സുരക്ഷാ മേഖലയായി നമ്മൾ കാണുന്നത്. പക്ഷേ അതിനപ്പുറം എവിടെ ഇരുന്നും ഏതു മേഖലയിലിരുന്നും ഏത് കുഗ്രാമത്തിലിരുന്നും ഇവർക്ക് ഇവരുടെ നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നും അതുമായി ബന്ധപ്പെട്ട് എവിടെയിരുന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതും ആണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പ്രദേശവും നമ്മൾ എത്ര സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന പ്രദേശങ്ങൾ പോലും, ഈവൻ ഗ്രാമപ്രദേശം പോലും അതീവ ഏത് നിമിഷം വേണോ ഒരു സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മുൻനിർത്തി ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും അതുപോലെ ജാഗ്രതയും പുലർത്തണം. ഇത്തരം സാധനങ്ങൾ, അതായത് ഒരു IED പോലുള്ള ബോംബുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ട സാമഗ്രികളുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു. മാത്രമല്ല 2023 അപേക്ഷിച്ച് 2024 60% ഇത്തരം എക്സ്പ്ലോസീവ് സ്ഫോടനം പൊട്ടിത്തെറിക്കുന്നത് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അതീവ ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ്. ഇതിനായി ഇൻഫിൽട്രേഷൻ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടെന്നുള്ള വിവരം കൂടി NSG പുറത്തു വിടുന്നുണ്ട്. അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഡ്രോണുകൾ, അതുപോലെ സായുധ ഭീകരരുടെ സഹായങ്ങളെല്ലാം ഈ നുഴഞ്ഞുകയറ്റത്തിനുണ്ട്. ഇങ്ങനെ നുഴഞ്ഞുകയറ്റത്തിൽ രാജ്യത്തെത്തുന്ന ആളുകളും അതുപോലെ അവർ പ്രചരിപ്പിക്കുന്ന ഇത്തരം ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന വീഡിയോകളും എളുപ്പത്തിൽ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട്. ഇത് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശനമായ നിയന്ത്രണവും നിരീക്ഷണവും വേണമെന്നുള്ളതാണ് NSGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ടോം, വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിൽ. ദേവിന്ദർ സിംഗിന്റെ കേരളത്തിലേക്കുള്ള വരവിന്റെ പിന്നിലെന്ത്? വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. പാലത്തായി പീഡനക്കേസിൽ കോടതി ശിക്ഷിച്ച പത്മരാജനെ ന്യായീകരിച്ച് മുൻ DYSP റഹീം വീണ്ടും രംഗത്ത്. അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടി പീഡനത്തിനിരയായ ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ഇരയുടെ മൊഴികൾ പലതും ഭാവനയോടെയെന്നും റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രത്നകുമാറിനെതിരെ വിമർശനങ്ങളും FB പോസ്റ്റിലുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഈ അടുത്ത കാലത്തേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്, പ്രത്യേകിച്ചും പാലത്തായി പീഡന കേസിൽ അധ്യാപകന്, BJP നേതാവ് കൂടിയായ അധ്യാപകനെതിരെ കോടതി ശിക്ഷ വിധിക്കുന്നു. അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വശത്ത്, പക്ഷേ ഈ മുൻ DYSP ആയിട്ടുള്ള റഹീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടർച്ചയായി അദ്ദേഹം ഈ രീതിയിൽ ഈ കേസിൽ ഈ പത്മരാജനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ മുൻ DYSP റഹീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ടോമെ, പാലത്തായി പീഡന കേസ് നമുക്കറിയാം. ഒരു 10 വയസ്സുകാരിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുകയും ആരോപണം ഉന്നയിക്കുകയും പിന്നീട് ആ കേസിൽ ഒരു ശിക്ഷ വരുന്നു. അതായത് പ്രതിക്ക്
മരണം വരെ ജീവപര്യന്തം തടവ് എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ശിക്ഷ തലശ്ശേരി കോടതി കഴിഞ്ഞ ദിവസം കൊടുത്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നത്. ഇയാളെ പിന്തുണച്ച് വരുന്നതെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഇതിൽ അപ്പീൽ പോകാം, ഇതിൽ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാം, അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഈ പ്രതിയെ ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട്, ശിക്ഷിക്കപ്പെട്ട ആളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടത്. ഒരു പക്ഷേ BJP നേതൃത്വമൊക്കെ ഇയാളെ പിന്തുണച്ചും ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. വളരെ പ്രധാനപ്പെട്ട ഇതിൽ 3 അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ചിട്ടും ഇതിൽ പീഡനം നടന്നിട്ടില്ല എന്ന രീതിയിൽ ഇത്തരത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായ ഒരു കേസാണ്. രത്നകുമാർ നടന്നിട്ടുണ്ടെന്ന ശാസ്ത്രീയമായ തെളിവുകൾ നൽകുന്നത്. അതിനാണിപ്പോൾ ഈ റഹീം DSP ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചെരുപ്പിനനുസരിച്ച് ബൈജു, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ പോക്സോ വകുപ്പ് ഈ കേസിൽ, ഈ പാലത്തായി പീഡന കേസിൽ ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന, കുറ്റപത്രം സമർപ്പിച്ച രത്നകുമാറിനെതിരെയും വിമർശനമുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് ക്രൈംബ്രാഞ്ച്, പോലീസ്, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘമൊക്കെ എത്തി ഈ രീതിയിൽ പോക്സോ വകുപ്പുകൾ ദുരുപയോഗം ചെയ്തു, പത്മരാജനെ ഈ കേസിൽ കുടുക്കി, അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു റഹീം ഉന്നയിച്ചത്. ഈ മുൻ ഉദ്യോഗസ്ഥൻ്റെ, മുൻ DYSP ഇങ്ങനെ ഒരു വിശദീകരണവുമായി, ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിന് പിന്നിൽ എന്തായിരിക്കും? ടോമെ, ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള വിവാദം ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. DIG തലത്തിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായ വലിയ വിവാദമായ കേസാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ കോടതി വിധിക്ക് മുൻപ് ഒരുപാട് ഇത്തരത്തിൽ ഉയർന്നു വന്ന ഒരു കേസ് കൂടിയാണ്. അതിലാണിപ്പോൾ ഈ ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കോടതിയിൽ കുറ്റം കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ട ആ ഒരു കേസിലെ ഒരു മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന രത്നകുമാറിനെതിരെ ഇതിൽ വലിയ തോതിലുള്ള ഒരു പരിഹാസം കലർന്ന രീതിയിലാണ് ഈ കുറിപ്പ്. അതായത് ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന ലാഘവത്തോടെ സംഭവ സ്ഥലം തന്നെ മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കതയ്ക്ക് ഇരിക്കട്ടെ, ബിഗ് സല്യൂട്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ TK രത്നകുമാറോട് ഇദ്ദേഹം റഹീം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ആ സംഭവ സ്ഥലത്ത് നിന്നും മനുഷ്യരക്തം കണ്ടെത്താൻ താങ്കൾ കാണിച്ച ശുഷ്കാന്തിയോകട്ടെ അതിലും അപാരമെന്ന് പരിഹസിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആ ശുചിമുറിയിൽ 3 തവണ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുകയും അതിന്റെ രക്തക്കറ അത് കോടതിയിൽ ഹാജരാക്കിയതോടുകൂടിയാണ് ഇതിൽ വലിയ നിർണായക തെളിവായി മാറുകയും മരണം വരെ തടവ് ശിക്ഷ വിധിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ കാര്യത്തിലാണ് കോടതിയെ ഉൾപ്പെടെ പരിഹസിച്ചുകൊണ്ടുള്ള ഈ ഒരു കുറിപ്പ്. കോടതിയെ അപകീർത്തിപ്പെടുത്താനോ അവഹേളിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുണ്ടല്ലോ എന്നും ഈ റിട്ടയർഡ് DYSP ഈ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ രത്നകുമാർ എന്ന് പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ കേസിൽ ഇയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ LDFന്റെ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയും വലിയ വിവാദം ഒരു ഭാഗത്തു നിന്നും ഇത് LDFന് വേണ്ടി ഇത്തരത്തിലൊരു വിധി ഉണ്ടാക്കിയെന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. PP ദിവ്യ മറ്റു കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു രത്നകുമാറിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപം അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സേനയിലുണ്ടായ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടതാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. പറഞ്ഞ വസ്തുതകളിൽ എന്തെങ്കിലും പാളിച്ചകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അവ വസ്തുനിഷ്ഠമായി ബോധിപ്പിച്ചാൽ തെറ്റേറ്റു പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ ഇതിൽ കൃത്യമായി പറയുന്നത്. അതായത് ഈ കാര്യത്തിൽ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് താൻ ഈ ഫേസ്ബുക്ക് കുറിപ്പിടുന്നതെന്നാണ് ഈ DYSP വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പാലത്തായി കേസിൽ പത്മകുമാറിനെ ഇത്തരത്തിൽ 20 വർഷം കഠിന തടവും അതിനുശേഷം ജീവപര്യന്തം മരണം വരെ തടവ് എന്ന വലിയ അപൂർവമായ ഒരു കേസായി വിധി പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ കേസിൽ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കോടതിയും ഈ കാര്യത്തിൽ വലിയ പരാമർശം നടത്തിയിരുന്നു. ഈ കേസിൽ കുട്ടികൾക്കെതിരെ, ഈ സ്കൂളുകളിൽ കുട്ടികൾക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ നടക്കുന്ന സംഭവം അതിന് കോടതി കൃത്യമായ ഒരു സന്ദേശം എന്ന നിലയിലാണ് വിധി എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിലാണ്, അത്ര പ്രമാദമായ ഒരു കേസിലാണ്, വലിയ ചർച്ച ചെയ്യപ്പെട്ട, കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ
ഇയാൾ ഈ കുറ്റമേ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി വന്നത്. ഏതായാലും ഇത് ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിധി വാങ്ങിക്കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായി ഇത് കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലയിൽ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇടുന്ന ഒരു കുറിപ്പാണ്, വളരെ ഔദ്യോഗികമായ ഒരു കുറിപ്പാണ്. അതിൽ പരിഹാസമുണ്ട്. ഒരു പക്ഷേ കോടതി ലക്ഷ്യം വരെ ആകുമെന്നറിയില്ല. അത് നേരിടാൻ താൻ തയ്യാറാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ കുറ്റപത്രം സമർപ്പിച്ച മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രത്നകുമാർ ഈ വിഷയത്തിൽ എന്ത് മറുപടി നൽകും? കാരണം ഈ പോലീസിനെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നൊരു ആരോപണം കൂടിയാണിത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, മുൻ DYSP റഹീമിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 8ാം ക്ലാസ്സുകാരനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രതീഷ് ബിന്ദു ദമ്പതികളുടെ മകനായ അനന്തു എന്ന 13-കാരനെയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നിരന്തരം മൊബൈൽ ഫോൺ കാണുന്നതിനും പഠിക്കാത്തതിനും വീട്ടുകാർ ശകാരിച്ചതാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അരുൺ മോഹൻ ചേരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങളുമായി. അരുൺ, നമുക്കറിയാം നമ്മുടെ പല വീടുകളിലും കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമകളായിട്ടുണ്ട്. അവരുടെ പഠനത്തെ പോലും അത് ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും രക്ഷിതാക്കൾ വഴക്ക് പറയും, അവരെ ശകാരിക്കും ശിക്ഷിക്കും, അത്ര സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്താണ് ഈ ഒരു നിസ്സാര കാരണത്തിൻ്റെ പേരിലായിരിക്കുമോ അനന്തു ജീവനൊടുക്കിയത്? എന്താണ് പോലീസ് പറയുന്നത്? ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഒരു ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ കുട്ടി അനന്തു എന്ന ഈ 13-കാരന് സ്കൂളിൽ യഥാസമയം പോകുന്നില്ല, പഠിക്കുന്നില്ല, കൂടുതൽ സമയം മൊബൈലാണ് നോക്കുന്നത് എന്നുള്ള ഇതിനെ ചൊല്ലി വീട്ടുകാർ ശകാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇതേ ചൊല്ലിയുള്ള മനോവിഷമമാണ് ഈ ഒരു കൃത്യത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമിക വിവരം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ ദമ്പതികളുടെ, ഈ രതീഷ് ബിന്ദു ദമ്പതികളുടെ ഏക മകനാണ്. ലാളിച്ച് വളർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ട്. എന്നിരുന്നാലും പഠനത്തിലുണ്ടാകുന്ന പിന്നെ ഒരു ശാസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു ഈ പറയുന്ന കുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കാണുന്നത്. ഈ വീട്ടിലെ കിടപ്പുമുറിയിലെ ഫാനിലായിരുന്നു കുട്ടിയെ കണ്ടെത്തുന്നത്. തുടർന്ന് നാട്ടുകാരും അയൽവാസികളും ചേർന്ന് കാരക്കോണം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പൊ എന്തായാലും വെള്ളറട പോലീസ് ഇപ്പോൾ കേസെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അരുൺ, ഇവിടെ ആത്മഹത്യാക്കുറിപ്പോ മറ്റോ അവിടെ നിന്നും വീട്ടിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ രക്ഷിതാക്കൾ വഴക്ക് പറഞ്ഞതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമോ അനന്തുവിന്റെ ആത്മഹത്യക്ക് പിന്നിൽ? പ്രാഥമികമായി പോലീസ് ആ ഒരു നിലയ്ക്ക് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആത്മഹത്യക്കുറിപ്പ് പോലുള്ള ഒന്നും ലഭ്യമായിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ മാതാപിതാക്കൾ കുട്ടിയെ ശകാരിച്ചിരുന്നു. അതിൽ കുട്ടി ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഏക മകനാണ്, ആ ഒരു വേദന അനുഭവപ്പെട്ടിരുന്നു എന്ന് തുടങ്ങിയ ഒരു കാര്യം പോലീസും ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു. എന്തായാലും അന്വേഷണം ഉണ്ട്. കാരണം അസ്വാഭാവിക മരണമാണ്, മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടിക്ക് നേരിട്ടിരുന്നോ എന്നുള്ള കാരണം പോലീസ് സ്വാഭാവികമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നിലവിൽ ഇപ്പോൾ ആത്മഹത്യക്കുറിപ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ വഴക്ക് പറഞ്ഞതിൽ അല്ലെങ്കിൽ ശകാരിച്ചതിലുള്ള മനോവിഷമമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് എത്തിയെന്നുള്ളത് തന്നെയാണ് പോലീസും എത്തി നിൽക്കുന്നത്. വ്യക്തമാണ്. അരുൺ മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിലാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തു എന്ന വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും പഠനത്തിൽ മോശമായതിനും വഴക്ക് പറഞ്ഞതിൻ്റെ, ശകാരിച്ചതിൻ്റെ വിഷമത്തിൽ, മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്നത്. മുനമ്പം നിവാസികൾക്ക് ആശ്വാസം. മുനമ്പത്ത് താമസിക്കുന്നവരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാരിന് ഹൈക്കോടതി അനുമതി നൽകി. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ഉത്തരവ് മുനമ്പം നിവാസികൾ സ്വാഗതം ചെയ്തു. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് മുനമ്പത്തെ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ തടങ്കലിലായിരുന്നു. അതിനുള്ള കാരണം വഖഫ് ബോർഡ് ഒരു കത്ത് റവന്യൂ അധികാരികൾക്ക് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ ഒരു പ്രൊവിഷൻ ഈ വഖഫ് ആക്ടിലേ ഇല്ല. വഖഫ് ആക്ടിലെ ഒരു വസ്തുവിനെ വഖഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സർവേ നടത്തണം, കൊസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, ആൾക്കാരൊക്കെ നോട്ടീസ് അയച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അതിനുശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കണം. സർക്കാർ അതിനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഒരു വസ്തു വഖഫാവൂ. പക്ഷേ വഖഫ് ബോർഡ് ഇതൊന്നും ചെയ്യാതെ ഒരു കത്ത് എഴുതി
പിന്നെ വില്ലേജ് ഓഫീസർമാർക്ക് അയച്ചു. ഒരു കോപ്പി തഹസീൽദാർക്ക് കൊടുത്തു. നിങ്ങളിനി മുനമ്പത്തെ ജനങ്ങളിൽ നിന്നും കരം സ്വീകരിക്കാൻ പാടില്ല. ഇത് സർക്കാർ അങ്ങനെ ഒരു തെറ്റായ ഈ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അത് 2 കൈ നീട്ടി സ്വീകരിച്ചതിന് ശേഷം ഈ ജനങ്ങളുടെ റവന്യൂ അവകാശം നിഷേധിച്ചു. വിലപ്പെട്ടൊരു വിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാണ്. ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇത് ഭൂസംരക്ഷണ സമിതിക്ക് കിട്ടിയേക്കുന്ന വിധിയല്ല. എൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ്, കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ഒരു വക്കീലിനെ പുതുതായിട്ട്, കാരണം ഭൂസംരക്ഷണ സമിതിയുടെ പോക്ക് ശരിയല്ല, അതൊരു കോൺഗ്രസിന് അടിമപ്പെട്ട ഒരു സംഘടനയായി മാറിയപ്പോൾ ഞങ്ങളെല്ലാവരും ഭൂസംരക്ഷണ സമിതി മെമ്പർമാരാണ്. ഞങ്ങളെല്ലാവരും രാജ്യം, എസ്പെഷ്യലി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണും കൺവീനർ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്ന കാലം തുടങ്ങിയതിന് ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പിൻവാങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ പോലെ മുൻപത്തെ എന്നും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഒരു കയ്യൊപ്പാണ് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇന്ന് വീണ്ടും ഒരു ചതിയുടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം, അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണെന്ന് മറ്റുള്ള വക്കീലന്മാരും ഇവർ എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയണ റബ്ബർ തോട്ടം ഹാജരാകും എന്ന് പറഞ്ഞാൽ ഒരു തോട്ടവും ഇന്ന് ഹാജരായിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ കൃഷ്ണനുണ്ണി സാറാണ് ഞങ്ങൾക്ക് ഇവിടെ ഹാജരായത്. ഞങ്ങൾക്ക് അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കുറച്ച് ആൾക്കാർക്കല്ല, കുറച്ച് ആൾക്കാർ അങ്ങനെ എങ്ങനെയെങ്കിലും, ബാക്കി ഒരു കൂട്ടം ജനത ഒരു 4 വർഷമായിട്ട് കഷ്ടപ്പാട് ഞങ്ങൾ, പിന്നെ അതിലെല്ലാത്തിനുപരി ഞങ്ങൾക്ക് നന്ദിയുള്ളത് കാരണം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനോടാണ്, നരേന്ദ്രമോദി സർക്കാരിന് പുതിയൊരു നിയമം വന്നതിന്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാക്കാനായിട്ടും ഇന്ന് സാധിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ മുനമ്പം നിവാസികൾ പറയുന്നത് പോലെ കഴിഞ്ഞ 4 വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടം, സമര പോരാട്ടം, ഏറ്റവും ഒടുവിൽ ആശ്വാസകരമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് ഹൈക്കോടതി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ ഹൈക്കോടതിയുടെ ഉത്തരവിൽ എന്താണ് പറയുന്നത്? അടുത്തിടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഡിവിഷൻ ബെഞ്ച്, അതായത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവെടുത്ത് അത് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാരിന് ഈ ഉത്തരവ് നൽകിക്കൂടെ എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും കൂടി, അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള മുനമ്പത്തുകാരുടെ ആവശ്യം കൂടി അംഗീകരിച്ചുകൂടെ എന്നുള്ള ഒരു ഹർജി കൂടി കോടതിയിലെത്തുന്നത്. ആ സാഹചര്യത്തിലാണ് ആ ഹർജികളുടെ അടിസ്ഥാനത്തിൽ മുനമ്പൻ ജനതയുടെ ടോം സൂചിപ്പിച്ചതുപോലെ 4 വർഷത്തോളമുള്ള പോരാട്ടത്തിനൊടുവിലാണ് കഴിഞ്ഞ 400 ദിവസമായി മുനമ്പത്ത് ആളുകൾ, അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 400 ദിവസത്തിലധികമായി മുനമ്പത്തെ ആളുകൾ സമരത്തിലാണ്. അവരുടെ അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ നീണ്ടകാലത്തെ പ്രതിഷേധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ ആശ്വാസകരമായ ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട്. അത് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. എന്തായാലും മുനമ്പത്തെ ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കം അല്ലെങ്കിൽ മുൻപത്തെ ആളുകൾക്ക് കരം എടുക്കാനുള്ള അവകാശം, അവരിൽ നിന്നും കരം സ്വീകരിക്കാനുള്ള അവകാശം റവന്യൂ വകുപ്പിന് നൽകിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മുൻപത്തെ ആളുകൾ ഇപ്പോൾ കരം നൽകി തുടങ്ങിയിട്ടുണ്ട്, റവന്യൂ വകുപ്പ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതായത് അവരുടെ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് വഖഫ് ഭൂമിയാണ് എന്നതുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ നിന്നും സംസ്ഥാന റവന്യൂ വകുപ്പിന് ഈ നിർദ്ദേശം കിട്ടുകയും അത് ഈ മുൻപത്തുകാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യം ഇല്ല, അത് അവരിൽ നിന്നും കരം വാങ്ങേണ്ടുന്ന സാഹചര്യം ഇല്ല, അവർക്ക് ഭൂനികുതി അടയ്ക്കാനുള്ള അവകാശമില്ല എന്ന് കാട്ടിക്കൊണ്ട് വഖഫ് ബോർഡ് ഇവർക്ക് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു ഈ 4 വർഷമായി ഇവർ നടത്തിയിരുന്ന പോരാട്ടവും അതിനുവേണ്ടിയായിരുന്നു. കഴിഞ്ഞ 400 ദിവസമായി റിലേ നിരാഹാര സമരമായിരുന്നു മുൻപത്ത് വന്നത്. ഇതിനിടയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഈ അടുത്ത സമയത്ത് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല, അതിൽ 1950 സിദ്ദീഖ് സേട്ട് നൽകിയിരിക്കുന്ന ഡീഡ് അനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നൽകിയിരിക്കുന്നത്. അത് ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് തിരിച്ച് തന്നിലേക്കോ അതല്ലെങ്കിൽ തന്റെ ഹയർസിലേക്ക്, അതായത് പിൻഗാമികളിലേക്കോ തിരിച്ചെത്തണം. അതായത് തിരിച്ചെടുക്കാനുള്ള അവകാശം, തന്റെ അനന്തരാവകാശികളിലേക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശം അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭൂമി വഖഫ് അല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷണം. അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റവന്യൂ അധികാരം കൂടി പുനഃസ്ഥാപിച്ചു നൽകേണ്ടത്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും സ്വന്തം ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു ജനത നടത്തിയ പോരാട്ടം, ന്യായമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അവർ കഴിഞ്ഞ കുറേ നാളുകളായി സമരരംഗത്തിറങ്ങിയത്. പക്ഷേ ഈ സമരസമിതിക്കിടയിൽ എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ ഭിന്നതയോ ഉണ്ടായിട്ടുണ്ടോ? ഈ മുനമ്പം നിവാസികളുടെ പ്രതികരണത്തിൽ നിന്നും ഹൈക്കോടതിയിൽ നിയമപോരാട്ടം നടത്തിയ ആളുകൾക്കിടയിൽ ചില ഭിന്നത ഉണ്ടെന്ന് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണല്ലോ. എന്താണ് അതിന് കാരണം?
വിഷയത്തിൽ നിരാഹാര സമരത്തിലുമൊക്കെ നമുക്കറിയാം രാഷ്ട്രീയപരമായുള്ള ഇടപെടലുകൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. അത് ഹൈജാക്ക് ചെയ്യാൻ പല രാഷ്ട്രീയ സംഘടനകളിലും തങ്ങളുടേതായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെയൊക്കെ ഫലമായിട്ട് മുൻപത്തെ ആളുകൾ ഭിന്നിച്ചു പോകുന്നു. അതായത് ആദ്യഘട്ടത്തിൽ അവരുടെ ലക്ഷ്യം മുൻപത്തെ ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അവരുടെ ടോം സൂചിപ്പിച്ചതുപോലെ അവരുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പല ആളുകൾക്കും ബാങ്ക് ലോൺ ഉൾപ്പെടെ, മക്കളുടെ വിവാഹം ഉൾപ്പെടെ, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ലോൺ എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് തടസ്സം ഉണ്ടായിരുന്നു. അതിനൊക്കെ പരിഹാരം വേണമെന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെയായിരുന്നു. അതായത് അവരവരുടെ കയ്യിലിരിക്കുന്ന അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്തിട്ട് അവരുടെ പേരിലേക്ക് എഴുതി വാങ്ങിയ ഭൂമിയാണ്. കഴിഞ്ഞ 4 വർഷത്തിന് മുൻപ് വരെയും ഈ പറയുന്ന ഭൂമിയിൽ അവർക്ക് റവന്യൂ അവകാശങ്ങൾ, ഭൂമി കൈവശാവകാശം ഉണ്ടായിരുന്നു. ആ അവകാശമാണ് പെട്ടെന്നൊരു ദിവസം നിഷേധിക്കപ്പെടുന്നത്. അതിനു വേണ്ടിയുള്ള മുൻപത്തെ ജനതയുടെ പോരാട്ടം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെയായിരുന്നു. പിന്നീട് അതിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈ രാഷ്ട്രീയ ഇടപെടലുകൾ ടോം സൂചിപ്പിച്ചതുപോലെ മുൻപത്തെ ആളുകൾ തമ്മിലുള്ള തർക്കത്തിലേക്കും ഭിന്നതയിലേക്കും എത്തിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പിന്നീട് അവിടെ നിന്നും കോൺഗ്രസിന്റെ ആളുകളും BJPയുടെ ആളുകളും എന്ന് തിരിഞ്ഞ് പല ആളുകൾ, മുൻപത്തുള്ള ആളുകൾ 50 ആളുകൾ BJPയിൽ ചേരുന്നു, കുറച്ചാളുകൾ കോൺഗ്രസിലേക്ക് മാറുന്നു. കോൺഗ്രസിന്റെ നിലപാടുകൾ ഇതിലേക്ക് ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, തിരിച്ച് BJPയുടെ നിലപാടുകൾ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു തുടങ്ങി നിരവധി പ്രശ്നങ്ങളിലൂടെയും നിരവധി രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടി ഈ മുൻപം സമരത്തിനുണ്ട്. മുൻപം സംരക്ഷണ സമിതിയിൽ പലരും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം മൗനം പാലിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ഹർജിയുമായി ബന്ധപ്പെട്ട കോടതിയിലെത്തിയ മുൻപ് നിവാസികൾ പറഞ്ഞത്. സന്തോഷമുണ്ട്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് അവസാനിക്കുന്നതിന് മുൻപ് മറ്റൊരു വാർത്ത കൂടി പരിശോധിക്കുകയാണ്. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർന്ന ദേവേന്ദർ സിംഗ് വീണ്ടും കസ്റ്റഡിയിൽ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം ബണ്ടി ചോറിനെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. അഡ്വക്കേറ്റ് ആളൂർ മരിച്ചത് അറിഞ്ഞിരുന്നില്ലെന്നും അദ്ദേഹത്തെ കാണാൻ എത്തിയതെന്നുമായിരുന്നു ബണ്ടി ചോറിന്റെ മൊഴി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, കുറേ നാളത്തെ ജയിൽവാസത്തിനൊക്കെ ശേഷം താനിപ്പോൾ നല്ല ജീവിതം നയിക്കുകയാണെന്നാണ് ബണ്ടി ചോർ പൊതുവെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിനിടെ കഴിഞ്ഞ ദിവസം ഇയാൾ കൊച്ചിയിലെത്തുന്നു, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും. കേരളത്തിലേക്കുള്ള ഈ വരവിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്തെങ്കിലും സംശയിക്കണോ? വല്ല മോഷണമോ മറ്റോ ലക്ഷ്യമിട്ടാണോ എത്തിയിരിക്കുന്നത് ബണ്ടി ചോർ? അത്തരത്തിലൊരു ഭയത്തിൽ തന്നെയാണ് പോലീസും ഇയാളെ എറണാകുളത്ത് നിന്നും പിന്നീട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊരു വലിയൊരു കുപ്രസിദ്ധ മോഷ്ടാവായതുകൊണ്ട് തന്നെ ഇയാളുടെ ഓരോ നീക്കവും പോലീസ് നിരീക്ഷിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത് അഭിഭാഷകനെ കാണാൻ വേണ്ടി തന്നെയാണെന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. പേരൂർക്കടയിൽ ഇയാളുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ അറസ്റ്റിലാകുന്ന സമയത്ത് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന 22,000 രൂപ സ്റ്റേഷനിൽ വാങ്ങിവെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അത് ഇത്തരത്തിൽ നിയമ നടപടികൾ പൂർത്തിയായതിൻ്റെ അവസരത്തിൽ തിരിച്ചു വാങ്ങാൻ വേണ്ടിയാണ് ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയതെന്നാണ് ആദ്യം ഈ ഒരു പോലീസിന് നൽകിയ മൊഴിയിലുണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇതിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബണ്ടി ചോർ പോലീസിന് നൽകുന്ന മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബണ്ടി ചോറിൻ്റെ മാനസിക നിലയടക്കം പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ടോം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആളൂർ മരിച്ചതറിയാതെ, ആ കേസുമായി ബന്ധപ്പെട്ടടക്കം ആളൂർ മരിച്ചതറിയാതെയാണ് കേരളത്തിലേക്ക് എത്തിയതെന്നായിരുന്നു ആദ്യം ബണ്ടി ചോർ പറഞ്ഞത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നത് പേരൂർക്കടയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട പണം തിരികെ ലഭിക്കാനാണ്. അതുമാത്രമല്ല ഇയാളുടെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയെ ബന്ധപ്പെട്ട് ഇയാളുടെ അനുമതിയില്ലാതെയാണ് ഈ ഒരു ചിത്രീകരണം അടക്കം നടന്നത്. ഈ ഒരു സിനിമയ്ക്ക് ആസ്പദമായ കഥയടക്കം ഇയാളുടെ അനുമതിയില്ലാതെയാണ് എടുത്തതെന്നടക്കമുള്ള ഒരു ആരോപണമുണ്ട്. അതിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം അതുകൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു അഭിഭാഷകനെ കാണാനുള്ള, മുകേഷ് എന്നൊരു അഭിഭാഷകനെ കാണാനുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഈ 2 ലക്ഷ്യങ്ങളോട് കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയതെന്നായിരുന്നു ബണ്ടി ചോർ തുടക്കത്തിൽ മൊഴി നൽകിയത്. പിന്നീട് വിശദമായുള്ള ചോദ്യം ചെയ്യലടക്കം കൂടുതൽ കാര്യങ്ങൾ, അതായത് അത് മുൻപേ പറഞ്ഞതുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത മറ്റ് പല കാര്യങ്ങളും പറഞ്ഞതോടെയാണ് പോലീസ് ഇയാളുടെ മാനസിക നില പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ എത്ര നാൾ തുടരുകയാണെങ്കിലും അത്രയും നാൾ ഇയാൾക്ക് നിരീക്ഷണം ഉണ്ടാവും. കാരണം കുപ്രസിദ്ധ കള്ളനാണ്. ഇത്തരത്തിൽ വലിയ പ്രമാദമായ പല
കേസുകളിലും അറസ്റ്റിലായിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കസ്റ്റഡിയിൽ തുടരുന്നത്. ഇതിലൊരു വ്യക്തത വേണം. കാരണം ഹൈടെക് കള്ളനാണ്. ഒരു കാലത്ത് മലയാളികളുടെ ഉറക്കം കെടുത്തിയവനാണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങളിൽ ഉൾപ്പെടെ 500ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ്. ഈ ബണ്ടി ചോറിൻ്റെ ജീവിതം പിന്നീട് സിനിമയായിരുന്നു. എന്തായാലും ഈ ജയിൽവാസത്തിനൊക്കെ ശേഷം ഇപ്പോൾ നല്ല ജീവിതം നയിക്കുകയാണെന്നൊക്കെ ബണ്ടി ചോർ പറയുന്നുണ്ടെങ്കിലും ഇയാളുടെ കേരളത്തിലേക്കുള്ള ഈ വരവിനെ സംശയത്തോടെ തന്നെ കാണണം. ഹോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.